ദാസപ്പോ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? ഹലോ ഗൈസ്, നിങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? മുഖമെല്ലാം കൂടെ ചേർത്ത് മത്തങ്ങ പോലെ ഇരിക്കുന്നില്ലേ? എനിക്ക് കൂടുതലായിട്ട് പനിയുള്ളൊരു ദിവസം എടുത്ത വ്ളോഗാണ് ഇത്. നിങ്ങളാ നോക്കിയ മുടി എങ്ങനെ അഴിച്ചിട്ടാലും ഒരു വിനയില്ല, കെട്ടിവെച്ചാലും ഒരു വിനയില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലാണ് ഗൈസ്. അപ്പം ശരി, നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പ്രിയദർശിനി എന്ന വാക്ക് ഈ ഒരു വീഡിയോയിലോട് കൂടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, ഉറപ്പ്. ഇനി ഞാൻ പറയില്ല ഗൈസ്. പക്ഷേ പ്രിയദർശിനി ബസ്സിൽ കയറിയിട്ടുള്ള വിശേഷം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോയിൽ അത് പറയുകയാണേ. ഇത് ഞാൻ നേരത്തെ ആയിട്ട് ഇങ്ങനെ കുറച്ച് എടുത്തു വെച്ച കുറച്ച് ഷോർട്ട് വീഡിയോസാണ്. പ്രിയദർശിനി എന്ന് പറയുന്ന സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷേ പറ്റിയില്ല ഗൈസ്. എന്തേലും ആയിക്കോട്ടെ, കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് കരുതി. ഇന്നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഗൈസ്. ഞാൻ കയറുന്ന എല്ലാ ബസ്സിലും പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ. എങ്ങനെ പറയണമെന്നറിയത്തില്ല, ഇത്രയും തിരക്ക് എനിക്കിതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ പുതിയ സർക്കാർ വന്നപ്പോൾ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നതിൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ യാത്രകൾ ഏറ്റവും കൂടുതൽ ബസ്സിലാണ്, അതും പ്രത്യേകിച്ച് KSRTCയിൽ. പക്ഷേ ഇവരിത് കൊണ്ടുവന്നപ്പോൾ ഈ കാറ്റഗറൈസേഷനൊന്നും കൊണ്ടുവരരുതായിരുന്നു. അവർ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കണമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമല്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ പല രീതിയിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒന്നുകിൽ അംഗവൈകല്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രിഫറൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഇതിനുണ്ടാവില്ലായിരുന്നു. പദ്ധതി കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറേയധികം ആളുകൾ എല്ലാ ദിവസവും യാത്ര ചെയ്തു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ അതിനകത്തിൽ ഈ ഗവൺമെൻറ് സർവീസുകളിലും അത്യാവശ്യം 1-1.5 ലക്ഷവും 50,000 ഒക്കെ സാലറി മേടിക്കുന്ന ആളുകളും ഏറ്റവും കൂടുതൽ കുറഞ്ഞ തുക 300, 350, 400 രൂപയ്ക്കൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഒരേ രീതിയിലുള്ള ഒരു ഗുണം പറ്റുന്നു എന്നുള്ളത് അത്ര നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ എന്താ വില എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഗൈസ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിടുന്നു എന്നേ ഉള്ളൂ. വെറുതെ നമ്മുടെ മനസ്സിലും ഇങ്ങനത്തെയുള്ള ഐഡിയ ഉണ്ടെന്നൊക്കെ ഒന്ന് പുറത്തോട്ട് അറിയട്ടെ, 4 ആൾ അറിയട്ടെ എന്ന് കരുതി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പം ഈ പദ്ധതി എത്ര നാൾ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഉള്ള നാളത്രയും ഞാൻ വിചാരിക്കുന്നു പറ്റുന്ന സമയത്തൊക്കെ ഇത് പ്രയോജനപ്പെടുത്താമെന്ന്. എങ്കിലും പറയട്ടെ, ഈ അടുത്തിടെയായിട്ട് ബസ്സിൽ കയറുമ്പോൾ അനുഭവിക്കുന്ന മറ്റൊരു നെഗറ്റീവ് ഞാൻ പറയാം. കണ്ടക്ടർമാരോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിലെ ഡ്രൈവർമാരോ അതുമല്ലെന്നുണ്ടെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആളുകൾ, അതായത് പുരുഷന്മാരായിട്ടുള്ളവരും ഒക്കെ നമ്മളെ വളരെ പരമപുച്ഛത്തോടെ നോക്കുകയും ചില സമയത്ത് വല്ലാണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? നമ്മൾ സ്ത്രീകളായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു പദ്ധതി അല്ലല്ലോ. ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി തന്നു, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമുക്കൊരുപോലെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ പിന്നീട് കാണാം. ടാറ്റാ.